നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജൂൺ 26, 27, 28 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ജൂൺ 26 ഉച്ചയ്ക്ക് 12:33 PM മുതൽ ജൂൺ 29 വെളുപ്പിന് 1:08 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിരവധി പ്രധാനപ്പെട്ട വീഡിയോകൾ താമസിയാതെ വരുന്നുണ്ട്. അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിർണായകമായ വലിയ മാറ്റങ്ങൾ ഗ്രഹനിലയിൽ അടുത്ത ഒരു 6-7 മാസം 8 മാസം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ദയവേത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു പരിപാടിയുണ്ട്, അതും ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. അപ്പോൾ ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ആദ്യം മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും പൊതുവെ ചന്ദ്രൻ പ്രതികൂലമായതുകൊണ്ട് പൊതുവെ നേട്ടങ്ങൾക്കൊക്കെ ഒരു കാലതാമസം, തടസ്സം ഇതൊക്കെ അനുഭവപ്പെടാം. ശനി മാത്രമാണ് ചന്ദ്രനെ കൂടാതെ പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. അവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനവരവുണ്ടാവും. തൊഴിൽപരമായിട്ടുള്ള നേട്ടം, അതാണ് ഇവരുടെ ഹൈലൈറ്റ്. എങ്കിലും അതിനൊക്കെ ഒരു കാലതാമസവും പൂർണ്ണത കുറവും പൊലിമക്കുറവും ഒക്കെ ഉണ്ടാവാം. എങ്കിലും തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. മേടൻ രാശിക്ക് ഗുണാധിക്യത്തിൽ തന്നെ അല്പം പൊലിമ കുറഞ്ഞ 3 ദിവസങ്ങളാണ്. ഇനി ഇടവൻ രാശി, കാർത്തിക അവസാനം 3 പാദം, രോഹിണി മകയിര ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ചൊവ്വ മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അത് ജന്മത്തിലാണ് നിൽക്കുന്നത്. ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം. അപകടങ്ങൾ കരുതിയിരിക്കുക. നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവർക്ക് 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും 3 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുണ്ട്. അതിൽ പ്രധാനം ശനിയാണ്. 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. തീർച്ചയായിട്ടും ഇത് അടുത്ത വർഷം 2027 ജൂൺ 3 വരെ ശനി ഈ നില തുടരും. അതുവരെ ഇവർക്ക് നല്ല കാലം തന്നെയാണ്. പൊതുവെ ജൂൺ 3 മാറുന്നെങ്കിലും പെട്ടെന്ന് തിരിച്ചു വരും മീനത്തിലേക്ക് തന്നെ. എന്നാൽ തന്നെ പൊതുവെ ഇവർക്ക് ഈ ശനിയുടെ നേട്ടം ഉണ്ട്. അപ്പോൾ പൊതുവെ ഇവർക്ക് എല്ലാ കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. പൊതുവെ ചൊവ്വയുടെ ആ പ്രതികൂലാവസ്ഥയ്ക്ക് നമ്മൾ ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ഓം വജത്ഭുവേ നമ എന്ന മന്ത്രം, മൂലമന്ത്രം ചൊവ്വാഴ്ച ചൊല്ലുക. മറ്റ് ദിവസങ്ങളിലും ചൊല്ലുക. ഓക്കെ. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ഇനി മിഥുനം രാശി, മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർത ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും പാപഗ്രഹങ്ങളായ സൂര്യൻ, ചൊവ്വ, ശനി ഇവയുടെ പ്രതികൂലാവസ്ഥ ഉണ്ട്. അപ്പോൾ ഈ ഗുണാധിക്യം ഉള്ള ദിവസങ്ങളാണെങ്കിലും അല്പം കാര്യങ്ങൾക്കൊക്കെ കാലതാമസവും ഒരു പൂർണ്ണത കുറവുമൊക്കെ അനുഭവപ്പെടാം. അപകടങ്ങൾ കരുതിയിരിക്കുക. ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം.
ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ധനവരവ് അസാമാന്യമായിട്ടുണ്ടാവും. ബന്ധങ്ങൾ അസാധാരണമായ രീതിയിൽ ശക്തമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ഭൗതിക സുഖങ്ങൾ ലഭിക്കും. ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. മിഥുനം രാശിക്ക് ഗുണാധിക്യമെങ്കിലും അല്പം പൂർണ്ണത കുറവ് ആ ഗുണാധിക്യത്തിന് ഉണ്ടാകും. ഇനി കർക്കിടകം രാശി, പുണർദം അവസാന പാദം, പൂയ ആയില്യം. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും സൂര്യൻ, സർപ്പം എന്നീ പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. വ്യാഴവും പ്രതികൂലമാണ്. എങ്കിലും അത് ശുഭഗ്രഹമാണ്. പിന്നെ ഉച്ചരാശിയിൽ ഹംസയോഗത്തോടുകൂടി നിൽക്കുന്നു. അതുതന്നെ ജന്മത്തിൽ വ്യാഴം ശുഭഗ്രഹം നിൽക്കുന്നത് അനുകൂലമാണെന്ന് പറയുന്നവരുമുണ്ട്. എങ്കിലും പൊതുവെ ഭൗതിക സുഖങ്ങൾക്കൊക്കെ ഒരു പൊലിമക്കുറവ് ഉണ്ടാവും. അവർക്ക് ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ സർപ്പപ്രതിഷ്ഠ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഞായറാഴ്ച ശിവന്, വ്യാഴാഴ്ച മുരുകൻ, മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും 2 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുണ്ട്. അതിലൊന്ന് ചൊവ്വയാണ്. അപ്പോൾ ചൊവ്വ നമുക്കിവിടെ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് കിട്ടിയിട്ടുണ്ട്. അത് നേട്ടങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും. എന്നാൽ തന്നെയും ഈ സൂര്യൻ്റെയും സർപ്പത്തിൻ്റെയും വ്യാഴത്തിൻ്റെയൊക്കെ ഒരു പ്രതികൂലാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. ഇനി ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം, ആദ്യപാദം. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. കാര്യം 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ഓക്കെ, എങ്കിലും ഇവർക്ക് ചൊവ്വയും സൂര്യനും അനുകൂലമായിട്ട് നിൽക്കുന്നു. പാപഗ്രഹങ്ങൾ അവ നേട്ടങ്ങൾ കൊണ്ടുവരും. എങ്കിലും ഇവർക്ക് അതിനൊക്കെ ഒരു തടസ്സം, കാലതാമസം, പൂർണ്ണത കുറവ് ഒക്കെ പ്രതീക്ഷിക്കാം. എങ്കിലും ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം കുറേയൊക്കെ പ്രതീക്ഷിക്കാം, പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട്. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. തൊഴിൽ രംഗത്ത് നേട്ടങ്ങളുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. എങ്കിലും എല്ലാറ്റിനും ഒരു പരിധി ഉണ്ടായിരിക്കും. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി കന്നി രാശി, ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നി രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ശനി മാത്രമാണ് ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷകൾ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം, അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. കന്നി രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖ ആദ്യ 3 പാദം. തുലാം രാശിക്ക് ചൊവ്വ മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അത് അഷ്ടമത്തിലാണ്. അപ്പോൾ ചൊവ്വാഴ്ച മാത്രമല്ല, പറ്റുമെങ്കിൽ എല്ലാ ദിവസവും മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. അതുപോലെ തന്നെ ഓം വജത്ഭുവേ നമ എന്ന മൂലമന്ത്രം എല്ലാ ദിവസവും ചൊല്ലുക. ഇവർക്ക് ഭാഗ്യപരീക്ഷകൾ സാധ്യതയുണ്ട്. എല്ലാ കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു. പൊതുവെ തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി വൃശ്ചികം രാശി, വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് 9ാം ഭാവത്തിൽ
ശുക്രനും വ്യാഴവും നിൽക്കുന്നു. അപ്പോൾ ചന്ദ്രന് അനുകൂലമാണ്. അപ്പോൾ ബന്ധങ്ങൾ ഊഷ്മളമാവും, ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഒക്കെ ഉണ്ടാവും. എന്നാൽ തന്നെയും ചൊവ്വ, സൂര്യൻ ഇവ പ്രതികൂലമാണ്. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ഇവർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ്. 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അപ്പോൾ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ട് നമുക്ക് ഫലം പറയാം. ഇനി ധനുരാശി, മൂലം, പൂരാട, ഉത്രാടം, ആദ്യ പാദം. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടാണെങ്കിലും ചന്ദ്രൻ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. കൂടാതെ സൂര്യൻ, വ്യാഴം, ശനി ഇവ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ടായാലും ഞങ്ങൾ പറയുന്നത് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. ഞായറാഴ്ച, തിങ്കളാഴ്ച ശിവന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. എന്നാൽ തന്നെയും അതിനൊക്കെ ഒരു തടസ്സം പ്രതീക്ഷിക്കാം. ചൊവ്വ അനുകൂലമാണ്. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമൊക്കെ ഉണ്ടാവുമെങ്കിലും അതിനുമൊക്കെ ഒരു തടസ്സം, പൊലിമക്കുറവ് ഒക്കെ, ഒരു പൂർണ്ണത കുറവ് ഒക്കെ ഉണ്ടാവാം. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാവുമെങ്കിലും അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി മകരം രാശി, ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. കാര്യമായ പ്രതികൂലാവസ്ഥ ഉള്ള ഗ്രഹങ്ങളില്ല. ഏകദേശം 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ഇവരുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ശനിയും വ്യാഴവും ഒരുമിച്ച് അനുകൂലമായിട്ട് വരുന്ന ഒരേ ഒരു രാശി മകരം രാശിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു നേട്ടം ഇവർക്ക് ഈ വർഷം മുഴുവൻ ഉണ്ടാവും. ഓക്കെ, സൂര്യനും ഇവിടെ അനുകൂലമാണ്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം, ഭൗതിക സുഖങ്ങൾ, സർവ്വവിധ സൗഭാഗ്യം, അതുപോലെ തന്നെ ഉല്ലാസയാത്രകൾക്കും തീർത്ഥയാത്രകൾക്കും വഴിയൊരുങ്ങും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്, എല്ലാ കാര്യത്തിനും ഒരു വിജയ സാധ്യത ഇവർക്ക് നിലനിൽക്കുന്നു. പൊതുവെ മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി കുംഭൻ രാശി, അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. കാരണം ചൊവ്വ ഉൾപ്പെടെ 5 ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അപകടങ്ങൾ കരുതിയിരിക്കുക. ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. കുംഭൻ രാശിക്ക് പൊതുവെ അത്ര നല്ല ദിവസങ്ങളല്ല. എങ്കിലും കാര്യങ്ങളൊക്കെ നടന്നു പോകുമെങ്കിലും പൊതുവെ എല്ലാ കാര്യത്തിനും ഒരു പൂർണ്ണത കുറവ്, പൊലിമക്കുറവൊക്കെ, തടസ്സങ്ങൾ, കാലതാമസമൊക്കെ പ്രതീക്ഷിക്കാം. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി മീനം രാശി, പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഇവർക്ക് വ്യാഴം, ശുക്രൻ ഇവ 5ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ പ്രണയ ജീവിതത്തിൽ ഇവർക്ക് നേട്ടമുണ്ടാവും. ദാമ്പത്യ ജീവിതത്തിൽ ഊഷ്മളത വർദ്ധിക്കും. വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടമുണ്ടാവും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച. മീനം രാശിക്കാർ ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വ്രതമെടുത്ത് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇനി ഭാഗ്യ നിറങ്ങൾ പറയാം. 26-ാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ്, വെള്ള.
27-ാം തീയതി ശനിയാഴ്ച കറുപ്പ്, നീല. 28-ാം തീയതി ഞായറാഴ്ച ചുവപ്പ്, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനവുണ്ടാകുന്നതാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 26, 27, 28 തീയതികളിൽ രാവിലെ 4:34 AM മുതൽ രാവിലെ 5:22 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 26, 27, 28 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം 26-ാം തീയതി 12 PM മുതൽ 12:49 PM വരെ അഭിജിത്ത് മുഹൂർത്തം 26-ാം തീയതി. 27, 28 തീയതികളിൽ ഉച്ചയ്ക്ക് 12 PM മുതൽ 12:50 PM വരെ അഭിജിത്ത് മുഹൂർത്തമാണ് 27, 28 തീയതികളിൽ. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും ക്ഷേത്ര ദർശനത്തിനും മന്ത്രജപങ്ങൾക്കും സമയം കണ്ടെത്തുക. രാഹുകാലം നോക്കാം. 26-ാം തീയതി രാവിലെ 10:51 AM മുതൽ 12:25 PM വരെ രാഹുകാലമാണ് 26-ാം തീയതി. 27-ാം തീയതി രാവിലെ 9:17 AM മുതൽ 10:51 AM വരെ രാഹുകാലമാണ് 27-ാം തീയതി. 28-ാം തീയതി വൈകിട്ട് 5:06 PM മുതൽ വൈകിട്ട് 6:39 PM വരെ രാഹുകാലമാണ്. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 26/6/2026 6 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 9, 2, 0, 3 ഇവയും ഭാഗ്യസംഖ്യയാണ്. 27/6/2026 7 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9, 8, 2, 6, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 28/6/2026 8 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9, 2, 0, 6, 1 ഇവയും ഭാഗ്യസംഖ്യകളാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.